മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, ഓണപരീക്ഷയിൽ നമുക്ക് പാസ്സാവാൻ ഈസിയാണ്. പക്ഷേ ആ ഒരു ഫിസിക്സിന്റെ എക്സാമിൽ നമുക്ക് 40 മാർക്ക് കിട്ടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ രൂപത്തിലുള്ള കട്ടുകെട്ടി ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഷുവർ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ എല്ലാവരും എന്ത് ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. സമയം കളയുന്നില്ല, ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഫുൾ ക്വസ്റ്റ്യൻ വായിക്കുക. എപ്പോഴും ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വളരെ വൃത്തിയായിട്ട് വായിക്കുക. വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ജലോപരിതലത്തിലുള്ള ഇതേപോലത്തെ ഒരു എക്കോവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഷുവറാണ് മക്കളെ, ഉറപ്പാണ്. അപ്പൊ ജലോപരിതലത്തിലുള്ള ഒരു കപ്പലിലെ സോണാറിൽ നിന്ന് എന്ത് ചെയ്യാണ്, അതിന്റെ ട്രാൻസ്മിറ്ററിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അൾട്രാസോണിക് തരംഗം, അൾട്രാസോണിക് സൗണ്ട് എന്ത് ചെയ്യുന്നു, കടലിന്റെ അടിത്തട്ടിലുള്ള പാറയിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു, 0.2 സെക്കൻഡ് സമയത്തേക്ക് എന്ത് ചെയ്യുന്നു, തിരിച്ചു വരുന്നു എങ്കിൽ കപ്പലിൽ നിന്ന് പാറക്കെട്ടിലേക്കുള്ള അകലം എത്ര? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോ കപ്പലിൽ പോകുന്നു വിചാരിക്കുക. ആ കപ്പലിന്റെ അടിയിൽ നിന്ന് സോണാറിൽ നിന്നൊരു സൗണ്ട് താഴത്തേക്ക് പോകുന്നു. അങ്ങനെ താഴത്തേക്ക് പോയിട്ട് ഒരു പാറയിൽ തട്ടി തിരിച്ചിങ്ങോട്ട് വരുന്നു. അത് വരാനെടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 0.2 സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ എത്ര ആഴത്തിലായിരിക്കും ആ ഒരു പാറ കഷ്ണം? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഉള്ള ഇക്വേഷൻ V = ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. V = ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം ഇതിനകത്ത് നമുക്ക് സമയം തന്നിട്ടുണ്ട്. 0.2 സെക്കൻഡ് നമുക്ക് സമയം തന്നിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ കടൽ വെള്ളത്തിലെ ആ ഒരു സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1522 മീറ്റർ പെർ സെക്കൻഡ് വേഗതയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നോക്കുക, ടൈമും തന്നു, അതേപോലെ തന്നെ സ്പീഡും തന്നിട്ടുണ്ട്. അപ്പോൾ V, അതായത് സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ ഒരു ഇക്വേഷനാണ് ശരിക്കും നമുക്ക് വേണ്ടത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യില്ല, കറക്റ്റ് ആൻസറിലേക്ക് എത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു സൗണ്ട് അവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V = 2D/T. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ V = D/T വെച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നിങ്ങൾ പകുതിയാക്കി മാറ്റണം. കാരണം സൗണ്ട് അവിടെ പോയി തട്ടി തിരിച്ചിങ്ങോട്ട് വരികയല്ലേ. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ പലപ്പോഴും മറക്കും മക്കളെ. അതുകൊണ്ടാണ് ഞാൻ ഏത് ഇക്വേഷൻ വെക്കുന്നത്, V = 2D/T എന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ആണ് കണ്ടത്, എത്ര അകലത്തിലാണ്. അപ്പൊ ഡിസ്റ്റൻസ് ആണ് കണ്ടത്. അപ്പൊ ഈ ടീനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഞാനൊന്ന് മാറ്റി ചെയ്താണ് VT = 2D എന്ന് കിട്ടി. എന്താണ് VT = 2D? സാറേ ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കരുത്. എന്താണ്, നമ്മൾ ഇവിടെ ഉള്ള താഴത്തെ ടീൻ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ VT = 2D. 2D ആണോ നമുക്ക് കാണേണ്ട? അല്ല, ഡിസ്റ്റൻസ് D ആണ് കാണേണ്ടത്. അപ്പൊ ഈ 2 നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്ത് കിട്ടി, VT/2 = D. അതായത് D = എന്താണ്, VT/2. ഇത് പഠിച്ചേക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. അപ്പൊ ഇതേപോലത്തെ ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യാൻ പറ്റണം. ഇതേപോലത്തെ ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യാൻ പറ്റണം എന്റെ ഗൈസ്. അങ്ങനെയെങ്കിൽ ഞാനൊരു പേജ് എടുക്കട്ടതാ, മക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യത്തിന്റെ ആൻസർ ഞാൻ ചെയ്യാണ്. D = എന്താണ്, D = എന്താണ്, VT/2 എന്നാണ്. V എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1522 ഇൻറ്റു T എന്ന് പറഞ്ഞാൽ 0.2/2 എന്ന് കിട്ടി. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിള് 1522 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്, ഇവിടെ നോക്കുക, 2 2 ഒരു പ്രാവശ്യം പോവും. 15 അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 15 2 എത്ര പ്രാവശ്യം പോവും, 7 14, ബാക്കി ഒന്ന് 12 വരും. 12 6 പ്രാവശ്യം പോവും. 2 ഒരു പ്രാവശ്യം വരും. അപ്പൊ എത്ര കിട്ടി, 761 ഇൻറ്റു 0.2 എന്നാണ്. 761 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 2 6 2 12 2 ബാക്കി 1 7 14 1 15 150 1522 നമുക്ക് കിട്ടിയില്ലേ. അപ്പൊ ഒരു സ്ഥാനം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥാനം മാറ്റി അങ്ങോട്ട് കുത്തിടുന്നു. അതായത് നമുക്ക് 0.2 കൊണ്ടാണ് ഗുണിക്കുക. അപ്പൊ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ട് അപ്പൊ എത്ര കിട്ടി, 152.2 എന്ന് കിട്ടി. അപ്പൊ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും, 152.2 എന്ന് കിട്ടി. ഇത്രേ ഉള്ളൂ. ഇതേപോലത്തെ പ്രോബ്ലം ചെയ്തൂടെ? അപ്പൊ മക്കൾ ഇവിടെ ഈ ഇക്വേഷനാണ് നിങ്ങൾ പഠിച്ചെങ്കിൽ D = എന്താണ്, VT/2. V എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 1522 ആണ്. ഇൻറ്റു T എന്ന് പറഞ്ഞാൽ 0.2 ആണ്, /2. നേരെ ഗുണിക്കുന്നു, എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നു, 761 നമ്മൾ എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 152.2 കിട്ടുന്നു. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു ചോദ്യം. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കണം. മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് വരും. ആ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഒരു പ്രോബ്ലമായി മാറാൻ പാടില്ല. ഒരു തരംഗത്തിന് 2 kHz ആവൃത്തി, ഇതൊക്കെ കേട്ടാൽ ഒറ്റടിക്ക് എഴുതുക. 2 kHz ആവൃത്തി. അപ്പോൾ ഫ്രീക്വൻസി ആണ് 2 kHz. K
HZ. 2 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ 2 × 1000 എന്നാണ്. അതായത് 2000 ഹെഡ്സ് എന്ന് വരും. എത്ര വരുന്നത്? 2000 ഹെഡ്സ്. ഇനി 35 സെന്റിമീറ്റർ തരംഗദൈർഘ്യം, വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ ഈസ് ഈക്വൽ ടു 35 സെന്റിമീറ്റർ. അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 35നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 0.35 മീറ്റർ. അപ്പൊ നമുക്ക് ഇതും കിട്ടി. അങ്ങനെയെങ്കിൽ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? എങ്കിൽ ഈ തരംഗത്തിന് 0.5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നാണ്. എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നാണ് നമുക്ക് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ എഫും ലാംഡയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം എന്ത് കണ്ടെത്താൻ പറ്റും? V is equal to F ലാംഡ. എഫ് എന്ന് പറഞ്ഞാൽ 2000 ഇൻറ്റു ലാംഡ എന്ന് പറഞ്ഞാൽ 0.35 ആണ്. അതായത് 35നെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 70 എന്ന് കിട്ടും. ഒരു 3 0 ചേർത്തു. പക്ഷെ എന്ത് ചെയ്യണം? നമുക്ക് 0.35 കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പൊ ഇവിടെ കുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടി? 700 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. എത്ര കിട്ടി? 700 മീറ്റർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് സ്പീഡ് അല്ല കാണേണ്ടത്, നമുക്ക് എന്താ കാണേണ്ടത്? 0.5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ 0.5 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു വെച്ചാൽ V is equal to ഡിസ്റ്റൻസ് ബൈ T. ഡിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ D is equal to V into T. V എന്ന് പറഞ്ഞാൽ 700 എന്ന് കിട്ടി, ഇൻറ്റു T എന്ന് പറഞ്ഞാൽ 0.5 ആണ്. T എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5. അപ്പൊ 7×5 35. ഞാൻ 35 എഴുതി, 2 0 ഇടണം. പക്ഷെ ഒരു സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 350 മീറ്റർ എന്ന് കിട്ടുന്നു. എത്ര ആൻസർ കിട്ടിയത്? 350 മീറ്റർ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കൾ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും തെറ്റിക്കങ്ങൾ ഏതാ അറിയോ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ അതിനെ 2 × 1000 2000 ഹെർട്സ് എന്ന് എഴുതാം. ഇനി ലാംഡ വേവ് ലെങ്ത് തരംഗദൈർഘ്യം എന്ന് പറഞ്ഞാൽ 35 സെന്റിമീറ്റർ ആണ്. അതിനെ നിങ്ങൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്താൽ 0.35 എന്ന് കിട്ടി. അപ്പോൾ വിയും എഫും കിട്ടിക്കഴിഞ്ഞാൽ, എഫും ലാംഡയും കിട്ടിക്കഴിഞ്ഞാൽ വി നമുക്ക് കാണാം. V = F ലാംഡ. ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. അപ്പൊ സ്പീഡ് കിട്ടും. സ്പീഡും ടൈമും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിസ്റ്റൻസ് കാണാം. അതാണ് ഇവിടെ ചെയ്തത്. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യണം, പഠിക്കണം മക്കളെ. ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, അടുത്തൊരു ചോദ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ 0.5 സെക്കൻഡിൽ 50 ശൃംഗങ്ങളും 50 ഗർത്തങ്ങളും. 0.5 സെക്കൻഡിൽ 50 ക്രസ്റ്റും 50 ട്രഫും. ഒരു ക്രസ്റ്റ് ഒരു ട്രഫ്, ഇങ്ങനത്തെ 50 ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ എത്ര വേവ് ഉണ്ട്? 50 വേവ്. എത്ര തരംഗം ഉണ്ട്? 50 തരംഗം ഉണ്ട് എന്നർത്ഥം. സമയം നമുക്ക് 0.5 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ എന്ത് കാണണം? തരംഗത്തിന്റെ ഫ്രീക്വൻസി കണ്ടെത്തുക. വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ആണ്? F equal to N by T. F equal to N by T. N എന്ന് പറഞ്ഞാൽ 50 by T എന്ന് പറഞ്ഞാൽ 0.5 സെക്കൻഡ്. ഈ 0.5 സെക്കൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 0.5 സെക്കൻഡ് ഇൻറ്റു 10നെ കൊണ്ട് ഇൻറ്റു. അപ്പൊ മുകൾ ഭാഗത്തും 10നെ കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ 500 by എന്ത് വരും? 5 എന്ന് വരും. അങ്ങനെയെങ്കിൽ 5 5 വെട്ടി ആൻസർ 0 എന്ന് എഴുതാൻ പാടുണ്ടോ? ഇല്ല. ഇവിടെ എത്ര കിട്ടി? 100 ഹെഡ്സ് എന്ന് കിട്ടി. എത്ര കിട്ടിയ? 100 ഹെഡ്സ്. ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വെറുതെ ലോജിക്കായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ 0.5 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അര സെക്കൻഡ് ആണ്. അല്ലെങ്കിൽ എന്താണ്? 0.5 സെക്കൻഡിൽ 50 തരംഗം. അങ്ങനെയെങ്കിൽ 1 സെക്കൻഡിൽ എത്ര ഉണ്ടാവും? അതിന്റെ ഇരട്ടി 100. അപ്പൊ 1 സെക്കൻഡിലാവുന്ന തരംഗങ്ങളുടെ എണ്ണത്തിനെ നമ്മൾ എന്താ പറയുക? ഫ്രീക്വൻസി എന്ന് പറയാ 100 ഹെർട്സ്. ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഓർത്തേക്ക്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇതാ ഇങ്ങനെ ഒരു ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ 2 തരംഗങ്ങളും, ഈ ചിത്രത്തില് ഈ ഒരു വേവ് ഉണ്ടല്ലോ സഞ്ചരിക്കുന്നതും രണ്ടാമത്തെ വേവ് സഞ്ചരിക്കുന്ന ഒരേ ദൂരാണ്, 60 മീറ്റർ. എത്ര മീറ്റർ ആണ്? 60 മീറ്റർ. അതിനാവശ്യമായിട്ടുള്ള ടൈം എത്രയാണ്? 0.2 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ നമുക്ക് കാണേണ്ടത് ഓരോ തരംഗത്തിന്റെയും ഫ്രീക്വൻസി കാണണം. ഈ ഒരു തരംഗത്തിന്റെയും ഇതിന്റെ രണ്ടിന്റെ എന്ത് കാണണം? ഫ്രീക്വൻസി കാണണം. അതോടൊപ്പം രണ്ടാമത്തെ എന്താണ്? തരംഗങ്ങളുടെ വേഗം V കണ്ടെത്തണം. ഈ 2 ചോദ്യം നമുക്ക് കാണാനുള്ളൂ. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ചോദ്യം ഇവിടെ നോക്കാം. അപ്പൊ നമുക്ക് ഈ ചിത്രത്തിൽ ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഈച്ച് വേവ്. ഓരോ വേവിന്റെ ഫ്രീക്വൻസി കാണണം. ആദ്യത്തെ വേവിന്റെ ഫ്രീക്വൻസി ആണ് F equal to N by T. രണ്ടാമത്തെ F equal to N by T. N എന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താണ് 1 2 3. എത്ര തരംഗം വന്നു? 3 എണ്ണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 3 കൊടുത്തു. ബൈ T എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിട്ട് എത്രയാണ്? 0.2 സെക്കൻഡ്. അപ്പൊ ഞാൻ ഇവിടെ 0.2 കൊടുത്തു. രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കുക. ഇവിടെ നമുക്ക് എത്ര തരംഗം? 1 2. നമ്പർ ഓഫ് വേവ്സ് എന്ന് പറഞ്ഞാൽ N 2 തന്നു. ബൈ 0.2. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീക്വൻസി കിട്ടും. അത്രേ ഉള്ളൂ. അപ്പൊ 3നെ നമ്മള്
3നെ നമ്മൾ 0.2 കൊണ്ട് ഹരിക്കുമ്പോൾ ഇൻറ്റു 10 മുകളിലും 10 കൊടുത്തു. അപ്പൊ 30 എന്ത് വരും? 2 വരും. 30/2 എന്ന് പറഞ്ഞാൽ 15. അപ്പൊ ആദ്യത്തെ ആൻസർ എത്ര കിട്ടി? 15 ഹെഡ്സ് കിട്ടി. രണ്ടാമത്തെ ഇതേപോലെ തന്നെയാണ് 2/0.2 ആണ്. 0.2 ഒഴിവാക്കാൻ 10 കൊണ്ട് വിളിച്ചു, മുകൾ ഭാഗത്തും 10 കൊണ്ട് വിളിച്ചു. അപ്പൊ 20/2 = 10 എന്ന് കിട്ടി. അപ്പൊ രണ്ടാമത്തെ ആൻസർ എത്ര കിട്ടി? 10 ഹെഡ്സ് കിട്ടി. ഇത്രേ ഉള്ളൂ മക്കളെ. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. ഈ മെത്തേഡ് തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഇനി കമ്പയർ ദ വെലോസിറ്റി ഓഫ് ദീസ് വേവ്. രണ്ട് വേവും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രണ്ട് വേവും സഞ്ചരിക്കുന്ന ഓയിൽ നിന്ന് എയിലേക്ക് എത്താൻ എത്ര ദൂരം സഞ്ചരിക്കുന്നു? 60 മീറ്റർ ദൂരം. രണ്ടിന് ആവശ്യമായ ടൈം എത്രയാണ്? 0.2. അങ്ങനെയെങ്കിൽ വേഗം കാണാനാല് v = ഡിസ്റ്റൻസ് ബൈ ടി. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60 മീറ്റർ, ടൈം എന്ന് പറഞ്ഞാൽ 0.2. 0.2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? 10 കൊണ്ട് ഗുണിച്ചു, ഇവിടെയും 10 കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് 600/2 എന്ന് കിട്ടും. = 300 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ രണ്ടിന്റെയും സ്പീഡ് എന്ന് പറഞ്ഞാൽ 300 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എന്തായാലും എന്താണ് എന്റെ ഗൈസ്, നിങ്ങൾ ചെയ്ത് പഠിക്കണം. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയം എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു പെൻഡുലം ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഒരു 30 ദോലനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? 1 മിനിറ്റാണ് എടുക്കുന്നത്. ഓർത്തേക്ക് 30 ദോലനങ്ങൾക്ക് എത്ര എടുക്കുന്നു? 1 മിനിറ്റ് ഉപയോഗിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്തണം? പീരിയഡ് t = t/n. ടൈം എത്രയാ തന്നിട്ടുള്ളത്? 1 മിനിറ്റ് ആണ്. 1 മിനിറ്റിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 60 സെക്കൻഡായി മാറും. അപ്പൊ 60 സെക്കൻഡ് ബൈ എത്രയാണ്? 30 ദോലനങ്ങൾ. 30 ദോലനം. ഈ 0 വെട്ടി 6/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 2 സെക്കൻഡ് കിട്ടി. അപ്പൊ ഇത്ര ഉള്ളൂ ആ ഒരു ചോദ്യത്തിനകത്ത്. അപ്പോൾ 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയം എടുക്കുന്നു. ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുന്നു വെച്ചാൽ നമുക്ക് ക്യാപിറ്റൽ T = t/n ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ സെറ്റായി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എത്ര മാത്രമുള്ളൂ, എന്താണ്? മിനിറ്റ് തന്നാൽ സെക്കൻഡിലേക്ക് മാറ്റാൻ മറക്കരുത്. ഇനി ഇവിടെ ഞാൻ ചെറിയ കാര്യം ചോദിക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് പീരീഡ് കിട്ടി, അങ്ങനെ ഫ്രീക്വൻസി കണ്ടെത്തിക്കൂടെ? ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? F = n/t. ഒന്നില്ലെങ്കിൽ അത് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? F = 1/t വെച്ച് ചെയ്യാം. 1/t എന്ന് പറഞ്ഞാൽ എത്രയാണ്? t എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. അപ്പൊ 1/2 എന്ന് പറഞ്ഞാൽ പോയിന്റ് കിട്ടി അല്ലെ? 0.5. അത് നമുക്ക് പിന്നെ ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത ചിത്രത്തിനെ ബേസ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതാ ഇങ്ങനെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ തരംഗ ദൈർഘ്യം എത്രയാ? വാട്ട് ഈസ് ദ വേവ് ലെങ്ത്? ലാംഡ കണ്ടെത്തണം. രണ്ടാമത്തെ ഓയിൽ നിന്ന് എയിലെത്താൻ 1 സെക്കൻഡ് എടുത്താൽ ആവൃത്തി എത്ര? ഫ്രീക്വൻസി കണ്ടെത്തുക. ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിച്ച ദൂരം അല്ലേ തരംഗവേഗം. അങ്ങനെയെങ്കിൽ തരംഗവേഗം എത്രയാണ്? അപ്പോ എന്തൊക്കെയാണ് കണ്ടത്? ലാംഡ കണ്ടെത്തണം, പിന്നെ ഫ്രീക്വൻസി കണ്ടെത്തണം, പിന്നെ വിയും കണ്ടെത്തണം. ഇത്ര ഉള്ളു ഇവിടെ. ലാംഡ കണ്ടെത്താൻ സിമ്പിൾ ആണ്. എന്താണ്? ഒരു വേവ് ദാ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തി, അതിനാണ് ഒരു തരംഗ ദൈർഘ്യം എന്ന് പറയാ. അപ്പൊ ലാംഡ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ 2 ആണ്. ഇവിടെയൊക്കെ നമുക്ക് എത്രയാ തന്നിട്ടുള്ളത്? മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നോക്കി ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്താൻ 2 മീറ്റർ. അപ്പൊ ലാംഡ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 2 മീറ്റർ. സിമ്പിൾ. അടുത്തത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്താൻ, ഓയിൽ നിന്ന് തുടങ്ങി എയിലെത്താൻ എത്ര സമയം എടുത്തു? 1 സെക്കൻഡ് സമയം എടുത്തു. ആ 1 സെക്കൻഡിൽ എത്ര തരംഗം ഉണ്ടായി? 3 എണ്ണം. അതുകൊണ്ട് ഇതിന്റെ ഫ്രീക്വൻസി എത്രയാ? 6 ഹെഡ്സ്. ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. F = n/t. n എന്ന് പറഞ്ഞാൽ 1, 2, 3 അല്ലേ? കണ്ടല്ലേ? 3 വേവ് തന്നു. അപ്പൊ n എന്ന് പറഞ്ഞാൽ 3 ബൈ ടൈം 1 ആണ്. അപ്പൊ 3 ഹെഡ്സ് കിട്ടി. സിമ്പിൾ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? V ആണ് കണ്ടെത്തേണ്ടത്. V കണ്ടെത്താൻ V = f ലാംഡ. F എന്ന് പറഞ്ഞാൽ 3, ലാംഡ എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ എത്ര കിട്ടി? 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ 6 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതേപോലെ ചിത്രം തന്നിട്ട് ആ ചിത്രത്തിന് ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വന്നാൽ തെറ്റിക്കരുത് ഗൈസ്. ഓക്കെ, അത് തെറ്റിക്കാൻ പാടില്ല, ഓർത്തേക്ക് കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഏറ്റവും അവസാനത്തൊരു ചോദ്യം, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും അവസാനത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാതെ നോക്കും. ഒരു ക്ലാസ് മുറിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 320 ഹെഡ്സ് സ്വാഭാവിക ആവൃത്തിയുള്ള ഒരു മേശയും അതേ പരപ്പളവ്, അതേ ഏരിയയുള്ള, അതേ വലുപ്പമുള്ള അതേ വസ്തു കൊണ്ട് നിർമ്മിച്ച മറ്റൊരു മേശയുണ്ട്.
ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ്, ഒരു ക്ലാസ് മുറിയിൽ 320 ഹെർട്സ് സ്വാഭാവിക ആവൃത്തി നാച്ചുറൽ ഫ്രീക്വൻസിയിൽ ഒരു ടേബിളും അതേ വലുപ്പം അതേ മെറ്റീരിയൽ കൊണ്ട് മറ്റൊരു ടേബിളും ഉണ്ട്. 320 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള 320 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള മേശയിൽ തട്ടിയാൽ ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം കമ്പനം ചെയ്യും? ഒരു മേശ ഉണ്ട് ഇവിടെ. ആ മേശയുടെ നാച്ചുറൽ ഫ്രീക്വൻസി ആണ് 320 ഹെർട്സ് ആണ്. അതിൽ ഒറ്റ തവണ നിങ്ങൾ ടാപ്പ് ചെയ്ത് തട്ടി വിചാരിക്കുക, അത് എത്ര പ്രാവശ്യം വൈബ്രേറ്റ് ചെയ്യും? 320 പ്രാവശ്യം. സിമ്പിൾ അല്ലേ? അപ്പൊ ആദ്യത്തേന്റെ ആൻസർ എത്ര കിട്ടി? 320 ഹെർട്സ്. ആദ്യത്തേന്റെ ആൻസർ എത്രയാണ്? 320 ഹെർട്സ് എന്ന് കിട്ടി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്ക്. എന്താണ്? 286 ഹെർട്സ് ആവൃത്തിയുള്ള, എന്താണ് 286 ഹെർട്സ് ആവൃത്തിയുള്ള 286 ഹെർട്സ് ആവൃത്തിയുള്ള ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് എക്സൈറ്റ് ചെയ്ത് അതിന്റെ തണ്ട് ഒന്നാമത്തെ മേശയിൽ വെക്കുമ്പോൾ ഏത് തരം കമ്പനമാണ്? അപ്പൊ 286 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള ട്യൂണിംഗ് ഫോർക്ക് അടിച്ചിട്ട് ആ ടേബിളിന് മുകൾ ഭാഗത്ത് വെച്ചാൽ ആ ടേബിളും അതേ ഇതിൽ തന്നെ വൈബ്രേറ്റ് ചെയ്യും അല്ലേ? അപ്പൊ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അതായത് പ്രണോദിത കമ്പനം. എന്താ പറയാ? പ്രണോദിത കമ്പനം. അതിനെ നമ്മൾ പറയുന്ന പേര് ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നു. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതേ ട്യൂണിംഗ് ഫോർക്ക് രണ്ടാമത്തെ മേശയിൽ അമർത്തിയപ്പോൾ ആ മേശയിൽ നിന്നുള്ള ശബ്ദം വളരെ കൂടിയ ഉച്ചതിയിൽ എന്ത് ചെയ്യുന്നു? കേട്ടു. എങ്കിൽ ആ മേശയുടെ സ്വാഭാവിക ആവൃത്തി എത്ര? കൂടിയ ഉച്ചതിയിൽ, ഹൈ ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ കേട്ടാൽ, ഹിയർഡ് ലൗഡ്ലി എന്നൊക്കെ കേട്ടാൽ ഓർത്തേക്കുക, അത് റെസനൻസ് ആയിരിക്കും. എന്തായിരിക്കണം? റെസനൻസ്, അതായത് നാദത്തിലായിരിക്കും ഓർത്തിരിക്കുക. അപ്പൊ നോക്കി, ഇത്രയും ചോദ്യങ്ങൾ മക്കളെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ചോദ്യങ്ങളും ഒരൊറ്റ തവണ നിങ്ങൾ ചെയ്യണം, കാണണം, പഠിക്കണം, അടിപൊളിയാക്കണം, സെറ്റാക്കണം. അപ്പോൾ വരുന്ന പരീക്ഷ നമുക്ക് അടിപൊളിയാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? നിർബന്ധമായിട്ട് നമ്മളെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു? കറക്റ്റായിട്ട് ചെയ്യും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ലൈവിൽ കാണാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ.